ഹായ് വെൽക്കം ടു ദ റസ്നാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നമ്മുടെ തുടക്കക്കാരായ തയ്യൽക്കാർക്ക് മസ്റ്റായിട്ടും അവരുടെ കയ്യിൽ വേണ്ട സ്കെയിലുകളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഒരുപാട് സ്കെയിലുകളുണ്ട് നമുക്ക്, പക്ഷേ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട 4 സ്കെയിലുകളേ ഉള്ളൂ. ആ 4 സ്കെയിലുകളെ പറ്റിയും അതിൻ്റെ കൂടെ 2 സ്കെയിലുകൾ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് നമുക്കറിയാം, ഇതാണ് ആം ഹോൾ കർവ് കൊണ്ടും നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സ്കെയിലാണ് മഞ്ഞ. പിന്നെ നമ്മുടെ ലെഗ് കട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ആം കർവ്, പിന്നെ ഹിപ്പ് കർവ്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്കെയിൽ. നമുക്ക് ഇതിൽ മസ്റ്റായിട്ടും വേണ്ടത് ഒന്ന് ആം ഹോൾ കർവ് വേണം എന്തായാലും. ഇതുകൊണ്ട് നമുക്ക് യൂസസ് എന്താണെന്ന് വെച്ചാൽ, നെക്ക് കട്ട് ചെയ്യുന്നതിലും ആം ഹോൾ കട്ട് ചെയ്യുന്നതിലും അല്ലാതെ നമ്മുടെ കോളർ കട്ട് ചെയ്യുന്നതിൽ അങ്ങനെ ഒരുപാട് യൂസ് ആവുന്ന ഒരു സ്കെയിലാണിത്. അതിൻ്റെ എഡ്ജ് ഭാഗം കണ്ടോ, ഇതൊക്കെ നമുക്ക് കോളർ കട്ട് ചെയ്യുമ്പോഴും പിന്നെ ഷേപ്പ് ചെയ്യുന്നതിനും ഒരുപാട് യൂസ് ആവുന്നൊരു സ്കെയിലാണ്. ഇത് മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ആം ഹോൾ കർവ് എന്ന് പറഞ്ഞാലും ആം ഹോൾ മാത്രമല്ല നെക്കിനും യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് സ്ലീവ് കട്ട് ചെയ്യുന്ന സ്കെയിലാണ്. ഈ സ്ലീവ് കട്ട് ചെയ്യുന്ന സ്കെയിലാണെങ്കിലും നമ്മുടെ ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ, അതായത് ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ചു വെട്ടുമല്ലോ, ആ രീതികളൊക്കെ നമുക്ക് ആ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ തുടക്കക്കാരായവർക്ക് അത് കൺഫ്യൂഷൻ വരുത്തുന്നത് കാരണം, അതായത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കെയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യാം. എല്ലാവർക്കും സ്ലീവും നെക്കും ഒക്കെയാണ് കൺഫ്യൂഷനുള്ള ഏരിയ. അപ്പം നമുക്ക് അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണിത്. ഇതുപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇടാം. ഞാനിപ്പം പരിചയപ്പെടുത്തി പോകുന്നതാണ്. കാര്യം നിങ്ങളുടെ കയ്യിൽ ഈ സ്കെയിലുകളൊക്കെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ. ഈ സ്കെയിൽ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. കാര്യം നമുക്കൊരു ഷോൾഡർ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു തുണി നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മേൽവശത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കും. കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തുണി ലെവലാക്കി കിട്ടാൻ. പിന്നെ നമുക്ക് ഹിപ്പ് കർവ് സ്കെയിൽ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യും, വേസ്റ്റ് മാർക്ക് ചെയ്യും, ഹിപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കുറേ വേരിയേഷൻസ് വരും. ഈ സ്കെയിലാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അങ്ങ് കട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്കെയിലാണ് ഹിപ്പ് കർവ് സ്കെയിൽ. ഈ 4 സ്കെയിലും നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ലെഗ് കർവാണ്. ഇത് നമ്മുടെ പാൻസൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും കൂടുതലും ഞാൻ ഈ സ്കെയിൽ ഉപയോഗിക്കുന്നത് ജെൻസിൻ്റെ യൂണിഫോം പാൻറ്റ്, നമ്മുടെ ഗേൾസിൻ്റെ യൂണിഫോം പാൻറ്റ് അങ്ങനത്തെയൊക്കെ തയ്ക്കുമ്പോഴാണ് ഞാൻ മസ്റ്റായിട്ടും ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ള ഒന്നിനും ഇതിൻ്റെ ആവശ്യമില്ല. ഇത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഒരു സ്കെയിലാണ്. ഇത് ഞാൻ നമ്മുടെ ജെൻസിൻ്റെ പാൻറ്റൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കെയിലാണിത്. ഇതും എൻ്റെ ഫേവറേറ്റാണ്. നമുക്കിപ്പോൾ ആവശ്യം, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ തുടക്കക്കാർക്ക് ആവശ്യം, ഞാൻ ആദ്യം കാണിച്ച 4 സ്കെയിലുകൾ. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ, പിന്നെ ഒന്ന് ആം ഹോൾസ് കർവ്, പിന്നെ ഒന്ന് നമ്മുടെ സ്ലീവ് കർവ്, പിന്നെ ഏതാ പറഞ്ഞ ഹിപ്പിൻ്റെത്. അങ്ങനെ ആ 4 സ്കെയിലിൻ്റെ ആവശ്യമേ നമുക്കവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഞാൻ യൂസസ് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, യു കട്ട് ചെയ്യാനാണെങ്കിലും മറ്റേ നമ്മുടെ റൗണ്ട് നെക്ക് ആണെങ്കിലും അത് നമുക്ക് ഡീപ്പായിട്ടും, അതായത് കുറേ നല്ല വൈഡായിട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സ്കെയിൽ കൊണ്ട് തന്നെ പറ്റും. അതിൻ്റെ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് 5 നെക്ക് തുടക്കക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പം ഒരു നെക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മളൊരു ക്യാൻവാസ് പേപ്പർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മേൾഭാഗം എന്ത് ചെയ്ത് കൊടുക്കണം, കുറേ ഏറ്റക്കുറച്ചിൽ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ വേണം. അല്ലാതെ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കുമ്പം അതത്രയും ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കെയിലുള്ളപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉപയോഗം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുത്ത് കട്ട് ചെയ്യണമെങ്കിൽ, നെക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട്
നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇതാ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്ത് ഞാൻ സാമ്പിളായിട്ട് കാണിച്ചു തരുന്നതാണ്. ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. അതായത് മുകളിലെ പോർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തുണിയിലാണെങ്കിലും അല്ലെങ്കിൽ ക്യാൻവാസ് പേപ്പറിലാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറേ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചിൽ കാണും പേപ്പറിൽ. അപ്പോൾ അത് ലെവൽ ചെയ്ത് നമ്മൾ ആദ്യം ഒരു വര വരച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെക്കിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1/2 ഇഞ്ച് എന്തിനാണ് ഞാൻ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. അത് തുടക്കക്കാർ മസ്റ്റായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ളതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പം വിഡ്ത്ത് മാർക്ക് ചെയ്തു. വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്കെയിലുള്ളപ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. അല്ലാതെ നമ്മൾ ടേപ്പ് വെച്ച് അവിടം വരെ പിടിച്ച് പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞു പോയി അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സ്കെയിൽ എന്തായാലും ഇങ്ങനെയാണേലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നെക്ക് കട്ട് ചെയ്യാനും ഈ ആം ഹോൾ കർവ്, അതായത് ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നെക്ക് കട്ട് ചെയ്യാനും ഈ കർവ് കൊണ്ട് തന്നെ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ റഫായിട്ട് കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറേ അധികം വേരിയേഷൻസ് വരാം. പക്ഷേ ഇത് നമ്മൾ കർവ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫിനിഷിങ്ങിൽ അങ്ങ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ആം ഹോൾ കർവ് കൊണ്ട് തന്നെ നമുക്ക് നെക്കിലും കുറേ അധികം വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂനെക്കിൻ്റെ വേരിയേഷൻസ് ക്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂനെക്ക് നമുക്ക് കുറേ കൂടെ വൈഡാക്കി ചെയ്യുന്നതും നോർമലായിട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പം അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കെയിൽ. അപ്പം ഞാനതിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള ഏരിയയാണ് നെക്ക്. ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ സ്ലീവും, ഈ 2 ഏരിയയും ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വിഷയമില്ല. അപ്പോൾ ഇതുകൊണ്ടോ റഫായിട്ട് നമ്മൾ ഈ വരയ്ക്കുന്നതിനേക്കാൾ എത്ര നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമുക്ക് ആ കർവ് സ്കെയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും കിട്ടുന്നതെന്ന് മനസ്സിലായോ? അപ്പം നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് സ്ട്രെയിറ്റ് സ്കെയിലിൻ്റെ ഉപയോഗവും മനസ്സിലായി, കർവ് സ്കെയിലിൻ്റെ ഉപയോഗവും മനസ്സിലായി, ആം ഹോൾ കർവിൻ്റെ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ നമ്മൾ അതിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, മുകളിലൊരു വര വരയ്ക്കും. എന്ന് വെച്ചാൽ തുണി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോഴും ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിലിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതുകൊണ്ട് ആം ഹോൾ കർവിൻ്റെത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഇപ്പം നമ്മളൊരു ഷോൾഡർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം നമ്മൾ നേരെ ലെവലിന് നമ്മുടെ തുണി മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഈ സ്ട്രെയിറ്റ് സ്കെയിൽ കൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ പോയിൻ്റ്, ഹിപ്പിൻ്റെ പോയിൻ്റ്, അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൈ കൊണ്ട് റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെ. പക്ഷെ തുടക്കക്കാർ കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും കൈ തന്നെ ആദ്യം വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഒന്നും നടക്കില്ല. ഇങ്ങനെ ഒരു കർവ് സ്കെയിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തു. വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്തു. ഹിപ്പ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരയ്ക്കണം. അപ്പോൾ സ്ട്രെയിറ്റ് സ്കെയിൽ കൊണ്ടുള്ള ഉപയോഗം മനസ്സിലായോ? താഴത്തേക്ക് നമുക്ക് വരയ്ക്കണമെങ്കിലും അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഹിപ്പ് സ്കെയിൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേസ്റ്റിൻ്റെ ചെസ്റ്റ് പോയിൻ്റ് തൊട്ട് വേസ്റ്റ് വരെയും വേസ്റ്റിൻ്റെ അവിടുന്ന് ഹിപ്പിലേക്കും ഒക്കെ ആ കർവ് സ്കെയിൽ ഉപയോഗിച്ച് അത് നമുക്ക് ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്കെയിലുകളുടെ ഉപയോഗം മാത്രം നമുക്ക് പറഞ്ഞു പോവാം. എന്നിട്ട് നമ്മൾ നേരെ ലെവൽ ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് സ്കെയിൽ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിലിൻ്റെ ഉപയോഗവും പിന്നെ ആം ഹോൾ കർവിൻ്റെ, അതായത് ഇപ്പം നമുക്ക് ചുരിദാറിൻ്റെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. അത് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിലിൻ്റെ ഉപയോഗം വരുന്നുണ്ട്, ആം ഹോൾ കർവിൻ്റെ ഉപയോഗം വരുന്നുണ്ട്, സ്ലീവ് കട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഈ സ്കെയിൽ പിന്നെ നമുക്ക് ഹിപ്പ് പിന്നെ നമ്മുടെ വേസ്റ്റൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള സ്കെയിൽ, ഈ 4 സ്കെയിലുകളുടെ ആവശ്യമേ നിങ്ങൾക്കിപ്പോൾ ഉള്ളൂ. മറ്റ് 2 സ്കെയിലിൻ്റെ കേസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ യൂണിഫോം പാൻസും ഒക്കെ ജെൻസിൻ്റെ പാൻറ്റുകൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഷർട്ടിൻ്റെ കോളറ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇതിൻ്റെ ഇപ്പം നമുക്ക് നോർമലായിട്ട് ഈ 4 സ്കെയിൽ നമുക്ക് കയ്യിൽ വേണ്ടതുള്ളൂ. പിന്നെ എനിക്ക് ഇത് 2 മസ്റ്റായിട്ടും വേണ്ടത് കാരണം
എൻ്റെ കൈ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 4 സ്കെയിലുകളാണ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഈ 4 സ്കെയിലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ് അരമണിക്കൂറുള്ള കട്ടിങ് നമുക്കൊരു 10 മിനിറ്റെങ്കിലും കുറച്ച് 20 മിനിറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതായത് തുടക്കക്കാരുടെ കേസാണ് ഞാൻ പറയുന്നത്. തുടക്കക്കാർക്ക് നമ്മളൊരു തുണി കട്ട് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുത്ത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിൽ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിൽ കൂടുതൽ സമയം എടുത്ത് തന്നെ ചെയ്തോ. പക്ഷേ നമുക്കപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ സമയം എടുത്ത് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ആം ഹോൾ കർവിൻ്റെ ഇതും സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതിൻ്റെ ഞാൻ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ഇടാം. അതായത് ഇത് കാണിച്ചു തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 4 സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ കരുതിക്കോ എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിക്കുന്നതും അതിന് ഉപയോഗിക്കുന്ന രീതികളും കാര്യങ്ങളും ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങളും, നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്യാനാണെങ്കിലും ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ 4 സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും കരുതിക്കോ. ഇനിയിപ്പം അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ജസ്റ്റ് നമുക്കിവിടെ നിർത്താം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊന്ന് പറയാമെന്ന് ഓർത്ത് ഞാൻ വന്നതാണ്. എന്നാൽ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഞാൻ നെക്കിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഒരു 5 നെക്കോളം സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ബൈ.